മസ്തകത്തിന് പരിക്കേറ്റ ആനയെ മയക്കുവെടി വെച്ചു. 3 ആനകളോടൊപ്പം നിന്ന ആന കൂട്ടത്തിൽ നിന്നും മാറിയതിന് പിന്നാലെയാണ് മയക്കുവെടി വെച്ചത്. വയറിൽ മയക്കുവെടിയേറ്റ ആനയ്ക്കുള്ള ചികിത്സ വനംവകുപ്പ് ആരംഭിച്ചു. ആന മയക്കുവെടിയേറ്റ് നിൽക്കുന്ന ദൃശ്യങ്ങൾ സി മലയാളം ന്യൂസിനും ലഭിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അതിരപ്പള്ളി വനമേഖലയിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയാണ് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ചത്. 4 തവണ വെടിവെച്ചതിൽ ഒരെണ്ണം ആനയുടെ പിൻകാലിലേറ്റു. ആന നിയന്ത്രണത്തിലാണെന്നും ചികിത്സ ആരംഭിച്ചെന്നും വനംവകുപ്പ് തന്നെ അറിയിക്കുന്നുണ്ട്. വിവരങ്ങൾ മണികണ്ഠൻ നൽകും. മണികണ്ഠൻ, അങ്ങനെ ആനയുടെ ചികിത്സ ആരംഭിച്ചിരിക്കുകയാണ്. ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നതിന് ശേഷമാണ് ആനയ്ക്ക് മയക്കുവെടിയും ഏറ്റത്. അതിനുശേഷമാണ് ആനയെ പിടിച്ചുകെട്ടി ചികിത്സ ആരംഭിച്ചിരിക്കുന്നത്. അതെ അക്ഷയ, തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ചു. മുനിത്തടം ഭാഗത്ത് തോട്ടത്തിൽ വെച്ചാണ് മയക്കുവെടി കൊണ്ടത്. വയറിനാണ് മയക്കുവെടി ഏറ്റിട്ടുള്ളത്. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള 3 സംഘങ്ങളായി 2 ദിവസമായി നടന്നിരുന്ന തിരച്ചിലിനൊടുവിലാണ് ഇന്ന് കാലത്ത് മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് ആനയെ കണ്ടെത്തിയത്. മുൻതടം സമീപത്ത് തോട്ടത്തിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. 8:30-ക്ക് ശേഷമാണ് മയക്കുവെടി വെച്ചിട്ടുള്ളത്. ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. ആനയുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആനയുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റേഷൻ സമീപത്ത് ആണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആന ചെറിയ മയക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ആനയുടെ സ്ഥിതി കുഴപ്പമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. മണികണ്ഠൻ, അതുപോലെ തന്നെ ഈ സാധാരണയൊക്കെ ആനകൾ തമ്മിൽ കൊമ്പുകൾക്ക് ഉണ്ടാകുന്ന ഒരു പരിക്കൊക്കെ സാധാരണ അത് തന്നെ മാറിക്കൊണ്ട് വരുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. പക്ഷേ നിരന്തരം ഇത്തരത്തിൽ മുറിവേറ്റ ഒരു ആനയെ പതിവായി കണ്ടതിന് ശേഷമാണ് വനംവകുപ്പും ഈ ഒരു നിരീക്ഷണം ആരംഭിച്ചതും ചികിത്സ തുടങ്ങാൻ ഉള്ളൊരു പദ്ധതി ഇട്ടതും. ഇപ്പോൾ എത്ര ദിവസം കൂടി എടുക്കും ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര സമയം വേണ്ടിവരും എന്നുള്ള എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. ആനയുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചികിത്സ കാര്യങ്ങളൊക്കെ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വേറെ കൂടുതൽ വിവരങ്ങളൊന്നും തയ്യാറായിട്ടില്ല. ആന മൊത്തത്തിൽ മയങ്ങിയിട്ടുള്ള ഒരു നിപ്പാണ് ഇപ്പൊ നിൽക്കുന്നത്. പ്ലാന്റേഷന്റെ അടുത്ത് തന്നെയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ആനയെ മറ്റു കൂട്ടത്തിലുണ്ടായിരുന്ന ആനകളൊക്കെ അവിടെ തന്നെയാണോ, അതോ അതിനെ മാറ്റിയിട്ടുണ്ടോ സ്ഥലത്ത് നിന്നും? അല്ല, ഇത് കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 ആനകളോടൊപ്പമാണ് കാട്ടിൽ നിന്ന് ഇറങ്ങിയത്. വെള്ളം കുടിക്കാൻ പുഴയുടെ തീരത്തേക്ക് വന്നു. എന്നിട്ട് ഈ മറ്റ് 2 ആനകളെ വഴി തിരിച്ചുവിട്ട് ഈ പടക്കം പൊട്ടിച്ചും ബഹളം ഉണ്ടാക്കി മറ്റ് 2 ആനകളെ വഴി തിരിച്ചു വിട്ടിട്ടാണ് ഈ ആനയെ ഒറ്റയ്ക്കാക്കിയ ശേഷമാണ് മയക്കുവെടി വെച്ചിട്ട് ഇപ്പൊ നിൽക്കുന്നത്. ശരി, മണികണ്ഠനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഒരു അതിരപ്പള്ളിയിലെ വനമേഖലയിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടി വെച്ചത്. 4 തവണയാണ് വെടിവെച്ചത്. അതിലൊരെണ്ണമാണ് ആനയുടെ പിൻകാലിലേറ്റതും. അതിനുശേഷം ആന നിയന്ത്രണത്തിലായതും പിന്നെ ചികിത്സ ആരംഭിച്ചതായതാണ് വനംവകുപ്പ് ആരോഗ്യവകുപ്പൊക്കെ അറിയിക്കുന്നത്. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന 15 മുതൽ ഈ പരിസരത്ത് തന്നെ തുടരുന്നതായിരുന്നു. അതിനിടയിലാണ് നിരവധി തവണ വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെയാണ് ആനയ്ക്ക് ഈ പരിക്ക് ഏറ്റതും. അത് നിസാരമല്ല എന്ന് മനസ്സിലാക്കുകയും മയക്കുവെടി വെച്ച് തുടർ ചികിത്സ നൽകാമെന്നെല്ലാം വനംവകുപ്പ് തീരുമാനമെടുത്തത്. എന്തായാലും ഇപ്പോൾ ആന നിയന്ത്രണ വിധേയമാണ്. ചികിത്സ ആരംഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മയക്കുവെടി ഏറ്റതിനു ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആനയ്ക്ക് ചികിത്സ തുടരുകയാണ്. ഇനിയിപ്പോൾ അടുത്ത നിമിഷങ്ങളിൽ മാത്രമായിരിക്കും നമുക്കിതിൻ്റെ ഒരു അന്തിമഘട്ടം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ കൂടെയുണ്ടായിരുന്ന മറ്റ് ആനകൾ കാട്ടിലേക്ക് മടങ്ങിയെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. വിവരങ്ങളാണ് മണികണ്ഠൻ തൃശ്ശൂരിൽ നിന്നും നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.